2025 മുതൽ മാറാൻ പോവുകയാണ് സൗദിയിലെ നിക്ഷേപ നിയമങ്ങൾ. ഇതിനുള്ള അനുമതി സൗദിയുടെ മന്ത്രിസഭ നൽകിക്കഴിഞ്ഞു. വിവിധ രാജ്യങ്ങളിലെ നിയമങ്ങളുമായി താരതമ്യം ചെയ്താണ് സൗദി അറേബ്യ അവരുടെ നിക്ഷേപ നിയമങ്ങൾ മാറ്റാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? അത് ഏതെല്ലാം തരത്തിലാകും നിക്ഷേപകർക്കും സൗദിയിലെ പ്രവാസികൾക്കും ഗുണമാവുക? അതാണ് പരിശോധിക്കുന്നത്. 2025 മുതൽ നിക്ഷേപക രംഗത്തും സൗദി പഴയ സൗദി ആകില്ല. അതാണ് ഏറെ കൊട്ടിഘോഷിച്ചിറക്കിയ സൗദിയിലെ പുതിയ നിക്ഷേപ നിയമം പറയുന്നത്. അതിലെ വിശദാംശങ്ങൾ വരും മാസങ്ങളിൽ പുറത്തിറക്കും. നിലവിൽ പുറത്തിറക്കിയ ഹൈലൈറ്റ്സിൽ ചില കാര്യങ്ങൾ വ്യക്തമാണ്. അത് സൗദിയിലെ പ്രമുഖരായ കൺസൾട്ടൻസികളുടെ മേധാവികൾ ഇവിടെ അവലോകനം ചെയ്യുകയാണ്. വിവിധ രാജ്യങ്ങളിലെ നിയമവുമായി സൗദിയിലെ നിക്ഷേപ രംഗത്തെ നിയമം താരതമ്യം ചെയ്താണ് പുതിയ ചട്ടങ്ങൾ 2025 നടപ്പിലാക്കുക. US, UAE, സിംഗപ്പൂർ, ജർമ്മനി, ഇന്തോനേഷ്യ, തുർക്കി എന്നിവിടങ്ങളിലെ നിയമവുമായാണ് സൗദി നിയമത്തെ താരതമ്യം ചെയ്തത്. ഇങ്ങനെ ഒരു താരതമ്യം സൗദി അറേബ്യ നടത്തുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിയായ ഒരു ബിസിനസ് എൻവയോൺമെന്റ് ആണ് രാജ്യം കൈവരിക്കാൻ പോകുന്നത്. ഇതുമൂലം ലോകത്തിലെ എല്ലാ രാജ്യത്തു നിന്നുള്ള വിദേശികൾക്കും അവരുടെ ബിസിനസ് സൗദിയിൽ വളരെ എളുപ്പത്തിലും സ്ഥാപിക്കാനും നല്ല രീതിയിൽ നടത്താനും സാധിക്കും. നിലവിൽ നിക്ഷേപകർ ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും അതിലൂടെ പുതിയ നിക്ഷേപകരെ സൗദിയിലോട്ട് ആകർഷിക്കുകയുമാണ് പുതിയ ഇൻവെസ്റ്റ്മെന്റ് ലോ ഉദ്ദേശിക്കുന്നത്. അന്താരാഷ്ട്ര നിയമമനുസരിച്ച് സൗദിയിലെ നിക്ഷേപ മേഖലയെ മാറ്റാനാണ് നിക്ഷേപ മന്ത്രാലയത്തിന്റെ ശ്രമം. ഇതിന് സൗദി മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 2025 തുടക്കം മുതൽ തന്നെ പുതിയ നിക്ഷേപ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനം. ഇതിലെ പ്രധാന നേട്ടങ്ങൾ ഇവയായിരിക്കും. സൗദിയിലെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ലോയിൽ ഒരു സൗദി പൗരനും ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്കും ഈക്വൽ പ്രിവിലേജ് നൽകും എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ഈക്വൽ പ്രിവിലേജ്? ഈക്വൽ പ്രിവിലേജിൽ മുഖ്യമായിട്ട് എടുത്തു പറയാനുള്ളത് നമ്മൾ ഈ 60,000 ഫീസ് പേ ചെയ്യുന്ന കാര്യമാണ്. അത് ഒന്നുകിൽ കാര്യമായ രീതിയിൽ കുറക്കും, അതല്ലെങ്കിൽ ഈ സാജിയ ലൈസൻസിന് ഫീസ് ഇല്ലാത്ത ഒരു സാജിയ അപ്രൂവൽ മാത്രമായിട്ട് മാറും എന്ന് തന്നെയാണ് വ്യക്തമായ മറുപടി ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞത്. അതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അതിലൊരു കാതലായ മാറ്റം വരും എന്ന് തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ നിലവിൽ ഇപ്പോഴുള്ള സാജിയ അണ്ടറിലുള്ള കമ്പനികൾക്കും മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള കമ്പനികൾക്കും ഈ ഒരു 6 മാസത്തിനിടയ്ക്ക് തുടങ്ങുന്ന കമ്പനികൾക്കും ഈ പ്രിവിലേജ് ഡയറക്റ്റ് കിട്ടും എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിക്ഷേപത്തിനായി എത്തുന്നവർക്ക് രജിസ്ട്രേഷൻ പ്രക്രിയ എളുപ്പമാക്കും. വിവിധ സാഹചര്യങ്ങളിൽ സ്വദേശിക്കും വിദേശിക്കും ഒരേ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ലഭിക്കുക. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കമ്പനികൾക്കുള്ള വാർഷിക ഫീ കുറച്ചേക്കുമോ എന്ന പ്രതീക്ഷ നിക്ഷേപകരിലുണ്ട്. പുതിയ പരിഷ്കാരം എന്നുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പുതിയ മാറ്റത്തോടു കൂടി ഈ ലൈസൻസിങ് ഫീ എന്നുള്ള വലിയൊരു കടമ്പുണ്ട്. എല്ലാ വർഷവും 62,000 അടക്കുന്ന ആ സിസ്റ്റം എടുത്തു കളയും എന്നുള്ള വലിയൊരു പ്രതീക്ഷ ഉണ്ട് കച്ചവടക്കാരുടെ ഇടയിൽ. അന്നൊരു സൂചനകളും മന്ത്രിയുടെ ഇടയിൽ വായിച്ചിരുന്നു. അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ ഈ 62,000 എന്നുള്ള വലിയ കടമ്പയാണ് ചെറിയകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം. അത് ഒഴിവായി കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ആഹ്ലാദകരമായ ഒരു തീരുമാനമായിരിക്കും. രണ്ടാമത് പ്രതീക്ഷിക്കുന്നത് ഇവിടെ സൗദി അറേബ്യയിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യമായിട്ട് ഒരു കമ്പനി അയാൾക്ക് വേണം, ബാക്കപ്പ് കമ്പനി വേണം, ഒരു പ്രിൻസിപ്പൽ കമ്പനി വേണം. ആ കമ്പനിക്ക് ഒരു സബ്സിഡറി അല്ലെങ്കിൽ ബ്രാഞ്ച് തുടങ്ങാൻ പറ്റുമായിരുന്നു. അതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന് ഇപ്പോൾ UAE അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ അയാൾക്കൊരു ഇൻവെസ്റ്റർ ആവാം, എന്നിട്ട് കമ്പനി തുടങ്ങാം. അതും ഒരുപാട് മാറ്റത്തിന്, ഒരുപാട് സാധ്യതകൾ സൗദി അറേബ്യയിൽ തുറക്കാൻ പോകുന്നുണ്ട്. കാരണം ഒരു പുതിയ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം, ഒരു പുതിയ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ അയാൾ ഓൾറെഡി വേറെ ബിസിനസ്സുകാരായിരിക്കും പുറത്ത്, ഔട്ട് ഓഫ് സൗദി അറേബ്യ. അപ്പോൾ അയാൾ ഒരു പക്ഷേ പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ വേറെ അതൊക്കെ ആയിരിക്കും. അപ്പോൾ പുതിയ ഫോർമുലകൾ വരാനും പുതിയ സ്ഥാപനങ്ങൾ വരാനുള്ള ഒരുപാട് നല്ല സാധ്യതകൾ അതിനകത്ത് വരുന്നുണ്ട്. വിവിധ ഇളവുകളും സാമ്പത്തിക ആനുകൂല്യങ്ങളും നിക്ഷേപകർക്കുണ്ടാകും. നിക്ഷേപകരുടെ അവകാശങ്ങൾക്കായി പ്രത്യേകം നിയമം തന്നെയുണ്ടാകും. അവർക്ക് സൗദിക്കകത്തും പുറത്തേക്കും പണം അയക്കലും എളുപ്പമാക്കും. ഇതിനായി സാമയുമായി ചേർന്ന് ചട്ടങ്ങളിൽ ഭേദഗതിയും വരുത്തും.
സുതാര്യമായ നിയമ നടപടികളാകും പുതിയ ചട്ടപ്രകാരം ഉണ്ടാകുക. ഏത് നടപടികൾക്കും കൃത്യമായ വിശദീകരണമുണ്ടാകും. ഇനി ഓൺലൈൻ പോർട്ടൽ ത്രൂ ആയിരിക്കും കാര്യമായി എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ആ ഓൺലൈൻ പോർട്ടലിന് ചില പ്രൈവറ്റ് കമ്പനികൾക്കും ഓൺലൈൻ പോർട്ടൽ തുടങ്ങാനുള്ള അംഗീകാരം ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ കമ്പനിയൊക്കെ ഓൾറെഡി പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല കമ്പനികളും ഇനിയും പോർട്ടൽ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ഓഫീസുകളിൽ പോകാതെ തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി ഒരു പവർ ഓഫ് അറ്റോർണി പോലും ഇല്ലാതെ നമ്മൾക്ക് ഡയറക്റ്റ് ഈ വ്യക്തിക്ക് സൗദി ബിസിനസ് സെൻറ്ററിൽ പോയി സൈൻ ചെയ്ത്, ഇപ്പം ദുബായിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ സൗദി ബിസിനസ് സെൻറ്ററിൽ പോയിട്ട് സൈൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു രീതിയിലേക്കും വരും. പക്ഷെ അതിൻ്റേതായ ഒരു ടൈം എടുക്കും. മിനിമം 6 മാസം ഈ ഒരു കാര്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി എടുക്കും. സൗദിയിലെ വാണിജ്യ വ്യവസായ രംഗം കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കാനാണ് ഈ നീക്കം. രാജ്യത്തൊന്നാകെ 15 മേഖലകളിലായി 3.5 ലക്ഷത്തോളം കോടി ഡോളറിന്റെ നിക്ഷേപ മൂല്യമുണ്ട്. അതിനാൽ സൗദിയിലേക്ക് പരമാവധി നിക്ഷേപകരെ എത്തിക്കാനാണ് നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത്. സൗദിയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ കഴിഞ്ഞ വർഷം 158% വർധന. നിക്ഷേപകർ ഒന്നൊഴിയാതെ എത്തുന്നതിനാൽ ബിനാമി സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടികളാണ് സൗദിയിൽ പുരോഗമിക്കുന്നതും. ബിനാമി ബിസിനസ് സാധ്യതകൾ പൂർണ്ണമായും അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 തരത്തിലുള്ള വെല്ലുവിളികളായിരിക്കും ബിനാമി ഇടപാടുകാർ നേരിടേണ്ടി വരിക. ഒന്ന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള നൂതന മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നിയമപാലകരുടെ പരിശോധനകൾ. 2, രഹസ്യ വിവരം നൽകുന്നവർക്ക് 3 ലക്ഷം റിയാൽ വരെ പാരിതോഷികം നൽകുമെന്ന പ്രഖ്യാപനവും അത്തരം ഇൻഫോർമർമാരുടെ വിവരങ്ങൾ രാജ്യരഹസ്യം പോലെ സൂക്ഷിക്കുമെന്ന നിയമവും. സ്വസ്ഥമായി സൗദിയിൽ ബിസിനസ് ചെയ്യുവാനുള്ള ഏകമാർഗം വിദേശികൾക്ക് സ്വന്തം പേരിൽ തന്നെ ബിസിനസ് ചെയ്യുവാനുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നിയമവിധേയമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലഭിക്കുന്ന ലൈസൻസ് കരസ്ഥമാക്കി വിദേശികൾക്ക് നിലവിൽ ബിസിനസ് ആരംഭിക്കാനാവും. സ്വദേശികളെപ്പോലെ തന്നെ വിദേശ നിക്ഷേപകരെ പരിഗണിക്കുക, പ്രത്യേക ലൈസൻസ് ഇല്ലാതെ തന്നെ വ്യത്യസ്ത ബിസിനസ്സുകൾ ചെയ്യാനാവുക, നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയ 2025 വരാനിരിക്കുന്ന അപ്ഡേഷനുകൾ ഇൻവെസ്റ്റർമാരാകാനുള്ളവർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ബിനാമി സ്ഥാപനങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് സമ്മാന പദ്ധതി നേരത്തെ തന്നെ അതോറിറ്റി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളിലാണ് വിവരം നൽകുന്നവർക്കുള്ള സമ്മാനത്തുക പറയുന്നത്. 10 ലക്ഷം റിയാലാണ് ബിനാമി സ്ഥാപനങ്ങൾക്കുള്ള പിഴ. വിദേശികളെ നാടുകടത്തുകയും ചെയ്യും. ഈ പിഴയുടെ 30% അഥവാ 3 ലക്ഷത്തോളം റിയാൽ വിവരം നൽകുന്നവർക്കുള്ളതാണ്. ബിനാമി ബിസിനസ് ചെയ്യുന്നവരുടെ വിവരങ്ങൾ കൈമാറിയാൽ 30% കമ്മീഷൻ നൽകും എന്നുള്ളത് ഗവൺമെന്റ് ഇതിനെ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടെയാണ്. നിലവിൽ നിക്ഷേപകർക്കായി നൽകുന്ന ആനുകൂല്യങ്ങൾ അധികരിപ്പിച്ചും നിലവിലെ നിയമങ്ങൾ കൂടുതൽ ഇളവുകൾ വരുത്തിയുമാണ് 2025 പുതിയ ഇൻവെസ്റ്റ്മെന്റ് ലോ തയ്യാറാവുന്നത്. ബിനാമി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനു മുമ്പും നിയമപരമായി ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭൂരിഭാഗം വരുന്ന ആളുകളും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താത്തതിൽ ഇന്ന് പ്രയാസപ്പെടുന്നവരാണ്. ബിനാമി ബിസിനസ് പിടിക്കപ്പെട്ടാൽ വലിയ തുക ഫൈനായി ഈടാക്കുകയും നിശ്ചിത കാലയളവ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന കുറ്റകൃത്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ബിസിനസ് ചെയ്യുന്ന വിദേശികൾ അവരുടെ ബിസിനസ് പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസിലോട്ട് മാറുകയാണെങ്കിൽ വലിയ നഷ്ടം ഒഴിവാക്കാനും പുതുതായി വരുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും ബിസിനസ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നത് കൂടിയാണ്. സൗദിയിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഒരുപോലെ ബിനാമി സ്ഥാപനങ്ങളെക്കുറിച്ച് വിവരം നൽകാം. ഇതിനുള്ള ലിങ്കും വാണിജ്യ മന്ത്രാലയ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. വിവരം നൽകുന്നവരുടെ വിശദാംശങ്ങൾ രാജ്യരഹസ്യം പോലെ സൂക്ഷിക്കണമെന്ന ഉത്തരവ് നേരത്തെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇതിനാൽ തന്നെ സ്വന്തം ജോലിക്കാരെ പോലും പേടിക്കേണ്ട ഗതികേട് ബിനാമി ബിസിനസ്സുകാർക്കുണ്ടാകും. ഇതിനു വേണ്ടി കൂടിയാണ് ഈ പുതിയ നിയമം പ്രാബല്യത്തിലേക്ക് വരുത്തുന്നതും. വിവിധ ഭാഷകളിൽ ഇതിന്റെ മുന്നറിയിപ്പുകളും മന്ത്രാലയം പുറത്തിറക്കി കഴിഞ്ഞു.